السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله والصحابة الطيبين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ما قدر الله حق قدره إن الله لقوي عزيز. സ്നേഹമുള്ള നേരറിവ് കൂട്ടായ്മയുടെ നല്ലവരായ ശ്രോതാക്കളെ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടുകൊണ്ടു മാത്രം വിവിധങ്ങളായ വൈജ്ഞാനിക പദ്ധതികളുമായി മറ്റു ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് മനസ്സും ശരീരവുമൊക്കെ ഒരുങ്ങി വളരെ ആവേശത്തോടെ ഉന്മേഷത്തോടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന വിവിധ വിഷയങ്ങളാണ് ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചിരിക്കേണ്ടുന്ന അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും ചില നിർദ്ദേശങ്ങളും എന്തിനാണ് ഇത്തരമൊരു പഠനം എന്നതിൻ്റെ പ്രാധാന്യവുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ്. ഇൻഷാ അല്ലാഹ് ഈ ഉള്ളവന്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും സ്ഥിരപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കണം എന്നതിലേക്കുള്ള ഒരു പ്രേരണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തുടർ പഠനത്തിന്റെ ഒരു ആമുഖമായി നിങ്ങൾ കാണണം. എന്നിട്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും കോഴ്സുകളും പുസ്തകങ്ങളുമൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏതെല്ലാമാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അവ അറിയിക്കുന്ന തേട്ടങ്ങളും ഉദ്ദേശങ്ങളും എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് നമ്മൾ പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദബുകളും എന്തെല്ലാമാണ്? ഇതൊക്കെ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള ഒരു തുടക്കം കുറിക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, ഏറ്റവും ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഇമാം സഅദി അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ ആ കാര്യം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹിയ അസ്ലുൻ മിൻ ഉസൂലി തൗഹീദ്, തൗഹീദിന്റെ അടിസ്ഥാനം, തൗഹീദിന്റെ അടിത്തറ അള്ളാഹുവിന്റെ നാമങ്ങളിലുള്ള അറിവാണ്. ഫിൽ അഖീദത്തിൽ ഇസ്ലാമിയ്യ ലിദാലിക ഫഹിയ റൂഹുൽ ഈമാൻ വസ്ലുഹു വഗായതുഹു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം എന്നത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിനുള്ള ലക്ഷ്യം പൂർത്തീകരിക്കലാണ്. ഫകുല്ലമ ഇസ്താദൽ അബ്ദു മഅരിഫത ബിഅസ്മാഇല്ലാഹി വസിഫാതിഹി, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചും അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുമുള്ള അറിവ് എത്ര കണ്ട് ഒരു അടിമയിൽ അധികരിക്കുന്നുവോ
ഇസ്ദാദ ഈമാനുഹു വഖവിയ യഖീനുഹു. അതിനനുസരിച്ച് അവന്റെ ഈമാൻ വർദ്ധിക്കുകയും അവന്റെ ഈമാനിലുള്ള യഖീൻ, ഉറപ്പ് ദൃഢമാവുകയും ചെയ്യും. ഈ ഒരൊറ്റ വാചകം നോക്കി നിങ്ങൾ. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് എത്ര നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം രൂഢമൂലമാകും എന്ന് ഇമാം സഅദി റഹിമഹുല്ല പറയുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നുണ്ട്, വൽ ഇൽമു ബില്ലാഹി വഅസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ നാമങ്ങളെ കുറിച്ചും അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുമുള്ള അറിവ് അഷ്റഫുൽ ഉലൂമി മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിന്റെ അടുക്കൽ, ഇൻദൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ അടുക്കൽ ഏറ്റവും പവിത്രമായ അറിവ് ആ അറിവാണ്. വഅജല്ലുഹാ അലൽ ഇത്ലാഖ്, നിരുപാധികമായി ഏറ്റവും മഹത്വമുള്ള അറിവ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ലാ ഹയാത ലിൽ ഖുലൂബി വലാ നഈമ വലാ ലദ്ദത വലാ സുറൂറ വലാ അമാന വലാ തുമഇനീന, മനുഷ്യന്റെ മനസ്സിന് യഥാർത്ഥ സമാധാനമോ വിശ്വസ്തതയോ സന്തോഷമോ ആസ്വാദനമോ ആഹ്ലാദമോ ലഭിക്കുകയില്ല ഇല്ലാ ബി അൻ തഅരിഫ റബ്ബഹ വ മഅബൂദഹ വ ഫാഖിറഹ ബി അസ്മാഇഹി വ സിഫാതിഹി, അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അവന്റെ റബ്ബിനെ, ആ റബ്ബിന്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അവൻ അറിഞ്ഞാലല്ലാതെ പഠിച്ചാലല്ലാതെ യഥാർത്ഥ സന്തോഷം ഒരു മനുഷ്യന്റെ മനസ്സിന് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക്, ഉത്കണ്ഠകൾക്ക് ആശ്വാസമേകാൻ കഴിയുന്ന അറിവാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ് എന്നാണ് അദ്ദേഹം അതിലൂടെ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഇന്ന മഅരിഫത്തുല്ലാഹി തആല തദഉ ഇലാ മഹബ്ബതിഹി വഖശ്യതിഹി വഖൗഫിഹി വറജാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവ് അവനെ പേടിക്കുന്നതിലേക്കും അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിലേക്കും മനുഷ്യന്റെ മനസ്സ് മുഴുവൻ അവനിലേക്ക് കീഴൊതുക്കുന്നതിലേക്കും ജീവിതം ചിട്ടപ്പെടുത്തുന്നതിലേക്കും അവനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ്. നമ്മുടെ ജീവിതം നന്നാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരാതിരിക്കാൻ നമുക്ക് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും നൽകുന്ന ഒരു അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള, നാമങ്ങളെ കുറിച്ചുള്ള അറിവ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എന്നു മാത്രമല്ല, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ 3 ഇനവും വരുന്നുണ്ട് എന്നതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ ഖാലിഖ് എന്ന അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിക്കുന്നവൻ, സൃഷ്ടിപ്പ് നടത്തുന്നവൻ എന്ന അവന്റെ റുബൂബിയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ ഖാലിഖ് അല്ലാതെ ആരാധിക്കപ്പെട്ടുകൂടാ എന്ന ഉലൂഹിയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വിശദമായി ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലത് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾക്ക് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റെന്ത് കാര്യം വിശദീകരിച്ചതിലേറെ തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും വന്നിട്ടുള്ളത്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാളും അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ തവണ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താവുന്ന ആയത്തുൽ കുർസിയിൽ തന്നെ അള്ളാഹുവിന്റെ 5 നാമങ്ങളും 20-ലധികം വിശേഷണങ്ങളുമാണ് വന്നിട്ടുള്ളത് ഒറ്റ ആയത്തിൽ. അത് തന്നെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്, ആയത്തുൽ കുർസിയിൽ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ 6000-ലധികം ആയത്തുകളിൽ ഏറ്റവും മഹത്തായ ഒരായത്തെടുത്താൽ തന്നെ അതിൽ 5 നാമങ്ങളും 20-ലധികം സിഫത്തുകളും ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കുറിച്ചുള്ള പഠനം എത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ 3-1 തുല്യം എന്ന് അള്ളാഹു പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ്, അള്ളാഹുവിന്റെ നാമങ്ങളാണ് ആ സൂറത്തിൽ ആവർത്തിച്ചു വരുന്നത്. അള്ളാഹു എന്ന നാമം
അസ്വമദ് എന്ന നാമം, അങ്ങനെയുള്ള നാമങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിൽ ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഹദ് എന്ന അള്ളാഹുവിന്റെ നാമം ഒക്കെ സൂറത്തുൽ ഇഖ്ലാസിൽ വന്നിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, റബ്ബിനെ അടുത്തറിയാൻ സാധിച്ചാലേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ എങ്കിൽ അള്ളാഹുവിനെ തിരിച്ചറിയാത്ത ആളുകളാണ് ലോകത്ത് പിഴച്ചുപോയ മുഴുവൻ ആളുകൾ. പിഴച്ച കക്ഷികളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രധാന കാരണമായി പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹജ്ജിന്റെ 74-ൽ അല്ലാഹ് പറഞ്ഞു മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. 22-ാം അധ്യായം 74-ാം വചനം. അതിൽ അല്ലാഹ് പറയുന്നത് എന്താ? പിഴച്ചുപോയ ആളുകൾ പിഴക്കാനുള്ള കാരണമായി അല്ലാഹ് പറയുന്നത് അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ അവർ അറിഞ്ഞിട്ടില്ല. അല്ലാഹ് അസീസാണ്, അല്ലാഹ് ഖവിയാണ്, അവൻ ശക്തമാണ്, ശക്തിയുള്ളവനാണ്, പ്രതാപിയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നാണ്. അപ്പൊ നമ്മുടെയും ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയുക എന്നത് ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടുന്ന ഒരു സൽഗുണമാണ്. ഇതേ ആശയം ഖുർആനിന്റെ 6-ാം അധ്യായം 91-ാമത്തെ വചനത്തിൽ, ഖുർആന്റെ 39-ാം അധ്യായം 67-ാം വചനത്തിലൊക്കെ ആവർത്തിച്ചു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അറിയാത്തൊരു കാര്യം, അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അറിയുന്നവരോട് ചോദിച്ചറിയില്ലേ? തീർച്ചയായും അറിയും. നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകണം, പക്ഷേ യാത്രയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കില്ല എങ്കിൽ ഏതു ബസ്സിൽ കയറണം, എവിടെ പോയി നിൽക്കണം, ബസ് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് നടക്കേണ്ടത്, എവിടെ നിന്നാണ് ഓട്ടോ വിളിക്കാൻ കിട്ടുക, ഓട്ടോ ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് കയറി പോകേണ്ടത്, ഇത് ചോദിച്ചറിയാതെ വെറുതെ നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ, ഇനി ഒരു പ്രത്യേക പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോ ഒന്നും അറിയാതിരുന്ന നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ? ഇതുപോലെ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട വെള്ളവും വായുവും തരുന്ന, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ സദാസമയവും തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനെ കുറിച്ചൊന്ന് ചോദിച്ചു പഠിക്കാൻ, അവന്റെ നാമങ്ങളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കാൻ, അതിന്റെ ആശയങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ തീർച്ചയായും സഹോദരിമാരെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യം നോക്ക് നിങ്ങൾ. സൂറത്ത് നൂഹിൽ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിച്ചു മാ അലക്കും, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യം കാണിക്കുന്നില്ലല്ലോ. നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിന് നിങ്ങളൊരു ഗാംഭീര്യം നൽകുന്നില്ലല്ലോ. അവനല്ലേ നിങ്ങളെ പടിപടിയായി സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നവൻ എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ ആ ഏകനായ റബ്ബിനെ കുറിച്ച് അറിയുക എന്നത്, പഠിക്കുക എന്നത് തീർച്ചയായും നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവും പഠനവും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബഹുമാനവും ആദരവും സ്നേഹവും നട്ടുവളർത്തും. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും നമ്മുടെ മനസ്സിൽ ഒരുമിച്ചുണ്ടാകും. അത് വലിയ ഗുണാണ്. അൽ ഖൗഫു വർ റജാഉ, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, എന്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്നൊരു പ്രതീക്ഷ. ഞാൻ തിന്മകൾ ചെയ്താൽ, ഞാൻ ഹറാമുകളിൽ മുഴുകിയാൽ, എന്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചാൽ, എന്റെ പ്രവാചകന്റെ ചര്യയെ ഞാൻ അവഗണിച്ചാൽ എന്റെ റബ്ബ് എന്നെ വെറുതെ വിടില്ല എന്ന ഭയം, അത് രണ്ടും നമുക്കുണ്ടാകും അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ. ഒറ്റ ഉദാഹരണം പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅ ആണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖൗഫും റജാവും അതിലൂടെ വരുന്നുണ്ട്. ഒന്ന്, എന്റെ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്റെ റബ്ബ് കേൾക്കും. എന്റെ റബ്ബിനോട് ഞാൻ അത് അവതരിപ്പിച്ചാൽ എന്റെ റബ്ബ് സമീഅ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്. എന്റെ ഏത് പ്രശ്നവും എനിക്ക് എന്റെ റബ്ബിനോട് പറയാം, കാരണം എന്റെ റബ്ബ് സമീഅ ആണ് എന്ന ഒരു റജാ, ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകും. അതോടൊപ്പം എന്റെ റബ്ബ് എല്ലാം കേൾക്കുമെന്ന പേടി, ആരും അറിയാതെ ഞാൻ പറഞ്ഞാലും ആരോട് ഞാൻ പറഞ്ഞാലും എന്റെ റബ്ബ് കേൾക്കും എന്ന ഭയം അതിലൂടെ എനിക്കുണ്ടാകും. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്മുകളെ കുറിച്ചുള്ള പഠനം ഖൗഫും റജാവും ഒരുമിച്ച് നൽകുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു അലീമാണ്, അവൻ എല്ലാം അറിയുന്നവനാണ് എന്നത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. എന്നെ കുറിച്ച് പല ആളുകളും പലതും തെറ്റിദ്ധരിക്കുന്നു, ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു, എന്നെ പരിഹസിക്കുന്നു, എന്നെ കളിയാക്കുന്നു, ഗീബത്തും നമീമത്തും പറയുന്നു. പക്ഷേ എന്റെ റബ്ബിനറിയാം ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എന്റെ റബ്ബിനറിയും, അവൻ അലീമാണ്,
എല്ലാം അറിയുന്നവനാണ് എന്ന ഒരു വല്ലാത്തൊരു പ്രതീക്ഷ അള്ളാഹുവിന്റെ അലീം എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം ആരും അറിഞ്ഞില്ലെങ്കിലും ആരാരും കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് അറിയുമെന്ന പേടി, അലീമാണവൻ. എന്റെ ജീവിതത്തിന്റെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്നവനാണവൻ. എന്റെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണവൻ. എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചത് പോലും അറിയുന്നവനാണ് എന്റെ റബ്ബ് എന്ന വല്ലാത്തൊരു ഭയം അലീം എന്ന അള്ളാഹുവിന്റെ നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം ഖൗഫും റജാവും നമുക്ക് ഒരുമിച്ച് നൽകും എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവ് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അവിടേക്ക് സന്ദർശിക്കാൻ വേണ്ടി ചെന്ന് കൈഫ തജിദുക്, എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നി അർജുല്ലാഹ യാ റസൂലല്ലാഹ് വ അഖാഫു ദുനൂബി, പ്രവാചകരെ എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. ഞാൻ ചെയ്ത നന്മകൾ ഓർക്കുമ്പോ, എന്റെ വിശ്വാസവും എന്റെ കർമ്മവും എന്റെ സ്വഭാവവും ഒക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ വ അഖാഫു ദുനൂബി, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഓർക്കുമ്പോ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം സന്ദർഭത്തിൽ ഒരാളുടെ മനസ്സിൽ ഈ രണ്ട് ചിന്തകൾ ഒരുമിച്ച് വന്നാൽ, നരകം കിട്ടുമോ എന്ന പേടിയും സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയും രണ്ടും ഒരുമിച്ചുണ്ടായാൽ അയാൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അയാൾക്ക് നൽകും. അയാൾ എന്തിനെയാണോ പേടിക്കുന്നത് അതിൽ നിന്ന് അള്ളാഹു അയാൾക്ക് രക്ഷ നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഖൗഫും റജാവും ഉണ്ടാകാൻ സഹായിക്കുന്ന പഠനമാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവർക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, പതറിപ്പോകാതെ, അടറിപ്പോകാതെ ആത്മാർത്ഥമായി ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കും. ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മതിമറന്നാഹ്ലാദിക്കാതെ അതിൽ നന്ദി കാണിച്ച്, ശുക്ർ കാണിച്ച്, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള പ്രേരണ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നതാണ്. ഇൻഷാ അള്ളാഹ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും ചില കായികകളാണ്, ചില നിയമങ്ങൾ. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് നൽകുന്ന നേട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കാതെ ശുക്റുള്ള മനസ്സുണ്ടാകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ പതറിപ്പോകാതെ സ്വബർ കാണിക്കാനുള്ള മനസ്സ് കിട്ടും. നമുക്ക് ഖൗഫും റജാവും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ശാന്തിയും സമാധാനവും നമുക്ക് അനുഭവപ്പെടും. ഇനി ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കായികകൾ, ചില നിയമങ്ങൾ വേഗത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ് എന്നതാണ്. അസ്മാഉല്ലാഹി കുല്ലുഹാ ഹുസ്ന, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അടിപൊളി നാമങ്ങളാണ്. അർത്ഥത്തിന്റെ വിഷയത്തിൽ, ആശയത്തിന്റെ കാര്യത്തിൽ, വാക്കുകളുടെ ഘടനയിൽ, അതിന്റെ ആശയ തലത്തിൽ, അത് ഉൾക്കൊള്ളുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ എടുത്താലും ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു കുറവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഏറ്റവും ഭംഗിയുള്ള അത്യുത്തമമായ നാമങ്ങളാണ് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും. അതാണ് ഒന്നാമത്തെ കായിക. അത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്നാണ് എഴുതി വെക്കുക. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ്. അതാണ് ഇന്ന് സൂചിപ്പിക്കുന്ന കായികകളിലെ ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആവർത്തിച്ചു പറഞ്ഞത്. ഇത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ അറിയിക്കുന്നുണ്ട്. ഖുർആനിന്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 110-ൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇദ്ഉല്ലാഹ് അവ ഇദ്ഉർ റഹ്മാൻ, നിങ്ങൾ അള്ളാഹുവെ എന്നോ അർ-റഹ്മാനെ എന്നോ ഒക്കെ വിളിച്ചാലും, അയ്യമ്മാ തദ്ഉ, അള്ളാഹുവിന്റെ ഏത് നാമങ്ങളെ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചാലും, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനുള്ളതാണ് എല്ലാ ഉത്തമമായ നാമങ്ങളും. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ്. അവന്റെ ഏത് നാമങ്ങളെ കൊണ്ടും നിങ്ങൾ അവൻ വിളിച്ചോളൂ. വിശുദ്ധ ഖുർആൻ 17-ലെ 110-ൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിന്റെ 180-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ നാമങ്ങൾ.
അള്ളാഹുവിനാണ് അത്യുത്തമമായ നാമങ്ങൾ ഉള്ളത് എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. 7-ാം അധ്യായം 180-ാം വചനം. അതുപോലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന്റേതാണ് അത്യുത്തമമായ നാമങ്ങൾ. റബ്ബിന് ഉത്തമമായ നാമങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം 8-ാം വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിന്റെ സൂറത്തുൽ ഹശ്റിൽ 24-ാം വചനത്തിൽ, 69-ാം അധ്യായം 24-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാന്റെ ചില നാമങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാണ് അത്യുത്തമമായ നാമങ്ങൾ ഉള്ളത് എന്ന് ഹശ്റിലെ 24-ാം വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കണില്ല. ഇൻഷാ അള്ളാഹ് കൂടുതൽ പഠിക്കാൻ, ആഴത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇതൊരു ക്ലാസ്സിൽ ചുരുക്കി പറയുമ്പോൾ, രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും തൗഖീഫിയ ആണ്. തൗഖീഫിയ, തൗഫീഖ് അല്ല, തൗഖീഫ്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും തൗഖീഫിയ ആകുന്നു. തൗഖീഫിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? തൗഖീഫിയ ടൈപ്പ് ചെയ്താലും മതി, പറഞ്ഞാലും മതി. നിങ്ങള് കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുല്ലേ? ആ, പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കത് പറയാല്ലേ? പറയുന്നവര് പറയുന്നില്ല, അറിയാത്തവര് അറിയില്ല എന്ന് അറിയിപ്പും ചെയ്തിട്ടുണ്ട്. തൗഖീഫിയ ആണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വന്നതിൽ പരിമിതപ്പെടുത്തേണ്ടവയാണ് എന്നാണ് അർത്ഥം. ഖുർആനിലും ഹദീസിലും വന്നവയിൽ പരിമിതപ്പെടുത്തണം, അതിൽ ഒതുങ്ങി നിൽക്കണം. അതാണ് പ്രവാചക നാമങ്ങളിൽ ഒതുങ്ങി നിൽക്കുക എന്നതാണ് തൗഖീഫിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിലും ഹദീസിലും വന്നവയിൽ പരിമിതപ്പെടുത്തുക. ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അബു ഇസ്ഹാഖ് അൽ ഖുശൈരി റഹിമഹുല്ല, അദ്ദേഹം ഹിജറ 465-ൽ മരണപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഹിജറ 465-ൽ മരണപ്പെട്ട, അസ്മാഉള്ളയുടെ വിഷയത്തിൽ വിശദമായ പഠനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പണ്ഡിതനാണ് അബു ഇസ്ഹാഖ് റഹിമഹുല്ല. അദ്ദേഹം പറയുന്നുണ്ട്, അൽ അസ്മാഉ തൂഖദു തൗഖീഫിയ്യൻ മിനൽ കിതാബി വസ്സുന്നഹ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നവയിൽ പരിമിതപ്പെടുത്തണം. ഫകുല്ലു ഇസ്മിൻ വറദ ഫീഹിമ, ഖുർആനിലും ഹദീസിലും വന്ന ഏതെല്ലാം നാമങ്ങളുണ്ടോ അവയെല്ലാം വിശ്വസിക്കൽ നിർബന്ധമാണ്. വമാലം യരിദ് ലാ യജൂസു വലൗ സഹ മഅനാഹു. എന്നാൽ ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ലാത്ത നാമങ്ങൾ, അവ അർത്ഥം നോക്കുമ്പോൾ, ആശയം നോക്കുമ്പോൾ ശരിയാണെങ്കിലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞ വേഗം മനസ്സിലാകും. റഷീദ് എന്ന് അള്ളാഹുവിന്റെ നാമമായി പറയാൻ പാടില്ല. എന്തേ കാരണം? വിശുദ്ധ ഖുർആനിലോ പ്രവാചക ചര്യയിലോ അള്ളാഹുവിന് റഷീദ് എന്നൊരു നാമം വന്നിട്ടില്ല. നാസിർ എന്നൊരു നാമം അള്ളാഹുവിന് വന്നിട്ടില്ല. സത്താർ എന്നൊരു നാമം അള്ളാഹുവിന് വന്നിട്ടില്ല. ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ലാത്തവ ആശയം കൊണ്ട് ശരിയായാലും അള്ളാഹുവിന്റെ നാമമായി പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമമായി വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും വന്നിട്ടുള്ള ഏത് നാമവും എതിർക്കാതെ, വിമർശിക്കാതെ, നിഷേധിക്കാതെ പൂർണ്ണമായും മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. അതാണ് രണ്ടാമത്തെ കായിക. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ വേറെ ഒരു കായിക പറയുമ്പോൾ വിശദീകരിക്കും.
മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഏതൊരു നാമവും മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്നത് പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന ഘടകമാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് എന്നർത്ഥം. അതാണ് മൂന്നാമത്തെ കായിക. അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കൽ നല്ലതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ നേരത്തെ പറഞ്ഞ 7-ാം അധ്യായം 180-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്, അവ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കൽ നല്ലതാണ് എന്നതാണ് പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ നിയമം. നാലാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ എണ്ണി ക്ലിപ്തപ്പെടുത്തുന്നവർക്ക് സ്വർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി റഹിമഹുല്ല 2736-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. 2736-ാം നമ്പർ ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല കൊണ്ടുവന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ലില്ലാഹി 99 ഇസ്മാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത്തൻ ഇല്ലാ വാഹിദ, 100-ന് 1 കുറവ് എന്ന രീതിയിൽ 99 പ്രത്യേക നാമങ്ങൾ. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. മൻ അഹ്സാഹാ, ആരെങ്കിലും അത് ക്ലിപ്തപ്പെടുത്തിയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ 99 നാമങ്ങളുണ്ട്, അവ കൃത്യമായി ക്ലിപ്തപ്പെടുത്തുന്നവന്റെ സ്വർഗമുണ്ട്. അള്ളാഹു ആ സ്വർഗം വാങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ ആ റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നോക്ക് നിങ്ങൾ, എന്താണ് ഈ ഇഹ്സാ എന്ന് പറഞ്ഞാൽ? 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഇഹ്സാ ആവുക. നമ്മൾ ഇഹ്സാ ചെയ്തവരായി സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടണം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തി മനഃപ്പാടമാക്കണം. 99 നാമങ്ങൾ കൃത്യമായി മനഃപ്പാടമാക്കണം. രണ്ടാമത്തേത്, അവയുടെ അർത്ഥവും ആശയവും പഠിക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും വേണം. 1 മനഃപ്പാടമാക്കണം, 2 അർത്ഥവും ആശയവും പഠിച്ചിട്ട് ഉൾക്കൊള്ളണം, 3 ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് തേടണം. ഇത് 3 കൂടി ആകുമ്പോഴാണ് ഇഹ്സാ എന്ന കാര്യത്തിൽ ഉൾപ്പെടുക. അങ്ങനെ 99 നാമങ്ങൾ ഇഹ്സാ ചെയ്താൽ അവന് സ്വർഗമുണ്ട്. അതാണ് 4-ാമത്തെ കായിക. 5-ാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്ര എണ്ണമേ ഉള്ളൂ എന്ന് എണ്ണം നിശ്ചയിച്ച് പറയാൻ പാടില്ല. അതാണ് 5-ാമത്തെ കാര്യം. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 99 നാമങ്ങളെ ഉള്ളൂ എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് കൃത്യമായ കണക്കില്ല, കൃത്യമായ കണക്ക് അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അവയിൽ ചിലത് നമുക്കറിയും, ചിലത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ചിലത് ഖുർആനിൽ വന്നിട്ടുണ്ട്, ചിലത് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ട് പോലും ഇല്ലാത്ത നാമങ്ങൾ പോലും അള്ളാഹുവിനുണ്ട്. അതാണ് 5-ാമത്തെ കായിക. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്ര എണ്ണമേ ഉള്ളൂ എന്ന് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി പറയാൻ പാടില്ല. ഇപ്പോ ഇവിടെ തന്നെ 99 നാമങ്ങളെ കുറിച്ച് പറയുമ്പോ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒരാൾ പറയാണ്, എന്റെ അടുക്കൽ 1000 രൂപയുണ്ട്, അത് പാവങ്ങൾക്ക് ദാനം ചെയ്യാനുള്ളതാണ്. എന്റെ അരികിൽ 1000 രൂപയുണ്ട്, അത് പാവങ്ങൾക്ക് ദാനം ചെയ്യാനുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അടുത്ത് വേറെ ഒരു പൈസ ഇല്ല എന്നതിനർത്ഥമല്ല. പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിച്ച 1000 രൂപ എന്റെ കയ്യിലുണ്ട്, വേറെയും ഇഷ്ടംപോലെ പൈസ ഒരു പക്ഷെ എന്റെ അടുത്ത് ഉണ്ടാകും എന്ന പോലെയാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, അവ മനഃപ്പാടമാക്കിയാൽ
അവ എണ്ണിപ്പറഞ്ഞ് ക്ലിപ്തപ്പെടുത്തി ആശയം ഉൾക്കൊണ്ട് അവ കൊണ്ട് തേടിയാൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്ന് അതിനർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തഫഖൽ ഉലമാഉ അല അന്ന ഹാദിൽ ഹദീസ്, പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ്, ഈ 99 നാമങ്ങളെ കുറിച്ച് പറയുന്ന ഹദീസ് ലൈസ ഫീഹി ഹസ്റുൻ ലി അസ്മാഇഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ നാമങ്ങൾ 99 എണ്ണമേ ഉള്ളൂ എന്ന് പരിമിതപ്പെടുത്താനുള്ള ഹദീസ് അല്ല. ഫലൈസ മഅനാഹു അന്നഹു ലൈസ ലഹുൽ അസ്മാ ഗൈറ ഹാദിഹി 99, ഈ 99 നാമങ്ങളല്ലാതെ മറ്റു നാമങ്ങളൊന്നും അള്ളാഹുവിന് ഇല്ല എന്നതിന് അർത്ഥമില്ല. വഇന്നമാ മഖ്സൂദുൽ ഹദീസ്, പിന്നെ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ന ഹാദിഹി 99 മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ഈ 99 നാമങ്ങൾ ഇഹ്സാഹ് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. അല്ലാതെ 99 നാമങ്ങളെ അള്ളാഹുവിന് ഉള്ളൂ എന്നല്ല ഈ ഹദീസ് അറിയിക്കുന്നത്. ഫൽ മുറാദു ഇഖ്ബാർ അൻ ദുഖൂലിൽ ജന്ന ബി ഇഹ്സാഇഹാ ലാ ഇഖ്ബാർ ബി ഹസ്ബിൽ അസ്മാ, അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ 99 ഉണ്ടെങ്കിൽ അവ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സഹായിക്കുന്ന 99 നാമങ്ങളാണ്, അല്ലാതെ ആകെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണമല്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചു. അള്ളാഹുവിന്റെ നാമങ്ങൾ എത്ര എണ്ണമുണ്ട് എന്ന് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി പറയാൻ പാടില്ല എന്നതിന് വേറെയും ഹദീസുകളുണ്ട്. ദുഃഖാകുലന്റെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വല്ല വിഷമമോ ദുഃഖമോ താങ്ങാനാകാത്ത ഭാരമുള്ള അവസ്ഥകളോ സംഭവിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅ്സർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാണ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്ന് സമ്മതിച്ചു, എന്റെ നിയന്ത്രണങ്ങളെല്ലാം റബ്ബേ നിന്റെ കയ്യിലാണ് എന്ന് തുറന്ന് സമ്മതിച്ചു, അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി നീ കിതാബിൽ പഠിപ്പിച്ച, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച, നീ ഏതെങ്കിലും നിന്റെ അടിമക്ക് മനസ്സിലാക്കി കൊടുത്ത നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ ആർക്കും പറഞ്ഞു കൊടുക്കാതെ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ നാമങ്ങളെ കൊണ്ടും ഞാൻ ഇതാ തേടുന്നു. എന്നിട്ട് പിന്നെ അവിടെ പ്രാർത്ഥനയാണ്, അൻതജ്അൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജിലാ ഹുസ്നി വദഹാബ ഹമ്മി എന്ന പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹസനഹു, അവന്റെ വിഷമവും ദുഃഖവും അല്ലാഹു മാറ്റി കൊടുക്കാതിരിക്കില്ല. വഅബ്ദലഹു മകാനഹു ഫറഹ, പകരം അല്ലാഹു സന്തോഷം അവന് വെച്ചു കൊടുക്കാതിരിക്കില്ല. ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതെന്താ? ഇത് കേട്ടപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, റസൂലേ എന്നാ ഞങ്ങളും ഈ പ്രാർത്ഥന പഠിക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല യംബഗി ലിമൻ സമിഅഹ അയതഅല്ലമഹ, പഠിക്കൂ, ഈ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടവരെല്ലാം പഠിക്കൽ അനിവാര്യമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് പ്രാർത്ഥനകളിൽ വേറെ ഒരു പ്രാർത്ഥനയും കേട്ടാൽ പഠിക്കൽ നിർബന്ധം എന്ന് പറഞ്ഞതായിട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ പ്രാർത്ഥന ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ ബാധ്യതയുള്ളവരായി മാറി. നമ്മളൊക്കെ ഈ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു. ദുഃഖാകുലന്റെ പ്രാർത്ഥനയാണ്, ദുഃഖം മാറാൻ കാരണമാകുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ സൂക്ഷിച്ചു വെച്ച നിന്റെ നാമങ്ങളെ കൊണ്ടും ഞാനിതാ നിന്നോട് തേടുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇത്ര എണ്ണമാണ് എന്ന് കൃത്യമായി പറയാൻ പാടില്ല എന്നതിന് ധാരാളം നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്ത നാമങ്ങൾ പോലും ഉണ്ട് എന്നാണ് ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നത്. ആറാമത്തെ കായിക പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമുക്ക് ഗ്രൂപ്പിൽ തരാം, അർത്ഥസഹിതം വേണമെങ്കിൽ പിന്നീട് അയക്കാം. ഈ ക്ലാസ്സിന് ശേഷം ഇൻഷാ അല്ലാഹ് അറിയിക്കാം. ആറാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക എന്നത് ഗുരുതരമായ തിന്മയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കൽ ഗുരുതരമായ പാപമാണ്. എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിലെ
7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ വിട്ടേക്കു പ്രവാചകരെ, അവർ ചെയ്തതിനുള്ള ഫലം അവർ വഴിയെ അനുഭവിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളെ വിട്ടേക്ക് പ്രവാചകരെ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും. അവർക്ക് ഗുരുതരമായ, ഭയാനകമായ, ഭീകരമായ ശിക്ഷ ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ നിഷേധിക്കുക, അവ അറിയിക്കുന്ന വിശേഷണങ്ങളെ തള്ളിപ്പറയുക, അതിന്റെ വിധികളെ പുച്ഛിക്കുക, അള്ളാഹുവിന്റെ നാമങ്ങൾ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് തുലനം ചെയ്യുക, അള്ള ഇറങ്ങുന്നത് മനുഷ്യന്മാർ ഇറങ്ങുന്നത് പോലെയാണെന്ന് പറയുക, അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ മറ്റുള്ള പടപ്പുകളോട് ചേർത്തി പറയുക, സാദൃശ്യപ്പെടുത്തുക, ഇതിനൊക്കെയാണ് ഇൽഹാദ് എന്ന് പറയുക, കൃത്രിമം കാണിക്കുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ അസ്ഥാനത്ത് ഉപയോഗിക്കുക എന്നതും അള്ളാഹുവിന്റെ നാമങ്ങളിൽ കാണിക്കുന്ന ഒരു തരം കൃത്രിമമാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉപയോഗിക്കുക. നോക്കൂ നിങ്ങൾ, മാലിക് എന്ന് പറഞ്ഞ് ഒരു സിനിമ പോലും ഇറക്കി. അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിലെ ഒരു നാമമാണ് മാലിക്. എന്താണ്? ഇൽഹാദ് എന്നാണ് അതിന് പറയുക. ഇൽഹാദ്, കൃത്രിമം കാണിക്കുക, ഇൽഹാദ് ചെയ്യുക. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുന്നതിന്റെ നമ്മുടെ നാട്ടിലുള്ള ഒരു വേർഷനാണ് അള്ളാഹിന്റെ നാമങ്ങൾ അസ്ഥാനത്ത് ഉപയോഗിക്കുക. ആണും പെണ്ണും ഇടകലർന്ന് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ചിത്രീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡാൻസും പാട്ടും കൂത്തും ഹറാമും നിറഞ്ഞ ഒരു സംഗതിക്ക് അള്ളാഹുവിന്റെ ഒരു നാമം എടുത്തിട്ട് പേരിട്ടു, മാലിക്. അള്ളാഹുവിന്റെ മുൽക്കുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു നാമമാണ് മാലിക് എന്ന നാമം. എന്നിട്ട് അതൊരു സിനിമക്ക് ഇട്ടുകൊടുത്തു. എന്നു മാത്രമല്ല, ആ സിനിമയിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ പാടിക്കൊണ്ട് ആടുന്ന, ചാടുന്ന, ഹറാമുകൾ വെച്ച് മ്യൂസിക്കുകൾ ഇട്ട് ആടുന്ന, ചാടുന്ന രംഗങ്ങൾ ഉണ്ടാക്കി. അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ പാടുക, ചാടുക, കൂടെ മ്യൂസിക് ഇടുക. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കാണിക്കുന്ന അതിഗുരുതരമായ കൃത്രിമമാണ് ഇത്. നഊദു ബില്ലാഹ്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക, ഇൽഹാദ് ചെയ്യുക. എന്നിട്ട് അതൊന്നൊരു പ്രശ്നമല്ല എന്ന് മുസ്ലിം നാമധാരികൾ തന്നെ ചിന്തിക്കുക. എന്നിട്ട് ആ സിനിമക്ക് കൊടുത്ത അതേ ഫോണ്ടിൽ ബസ്സിന് പേരിടുക, അതേ ഫോണ്ടിൽ കടക്ക് പേരിടുക. സുഹൃത്തെ, നമ്മൾ എവിടെയാണ് എത്തുന്നത്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കലാണ് ഇത് എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. 7-ാമത്തെ കായിക, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ മറ്റൊരാളിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത നാമങ്ങളുണ്ട്, മറ്റൊരാൾക്ക് ഇടാൻ പറ്റുന്ന നാമങ്ങളുണ്ട്. അവ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്നുകൂടി പറയാം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിന് മാത്രം ഇടാൻ പറ്റുന്ന നാമങ്ങളായിരിക്കും, അത് മറ്റുള്ളവർക്ക് ഇടാൻ പാടില്ല. 7-ാമത്തെ കായിക, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന നാമങ്ങളാണ്, അത് മറ്റുള്ളവർക്ക് ഇടാൻ പാടില്ല. ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവും. അൽ ഖാലിഖ്, ഖാലിഖ് പടച്ചവൻ എന്നർത്ഥമുള്ള ഖാലിഖ്, അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അവൻ കാഫിറായി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അല്ലാത്ത ആളുകൾ നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ മടവൂരാണ് ഞങ്ങളെ പടച്ചോന്ന് ഞങ്ങൾ മറുപടി പറയും. പടച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖാലിഖ് എന്നാണ് അതിന്റെ അർത്ഥം. അത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട നാമമാണ്. അള്ളാഹുവാണ് ഖാലിഖ്, അവനാണ് മാലിക്, അവനാണ് റാസിഖ്. അള്ളാഹു എന്ന നാമം മറ്റുള്ളവർക്ക് ഇടാൻ പറ്റുമോ? അതേപോലെ തന്നെ ഖാലിഖ് എന്ന നാമവും ഇടാൻ പാടില്ല. കാരണം അള്ളാഹു അല്ലാത്തവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഖാലിഖ് എന്ന നാമം അള്ളാഹ്ക്ക് മാത്രം ഇടാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ റഊഫ് എന്ന നാമം, അത് അള്ളാഹുവിന്റെ നാമവുമാണ്, പടപ്പുകൾക്കും ഇടാൻ പറ്റുന്ന നാമമാണ്.
അള്ളാഹുവിന്റെ റഹീം എന്ന നാമം ഇടയിൽ ഒരു കോഡ് വന്നതാണ്. അള്ളാഹുവിന്റെ റഹീം എന്ന നാമം അള്ളാഹുവിന്റെ നാമമാണ്, അള്ളാഹു അല്ലാത്തവർക്കും ഇടാൻ പറ്റുന്ന നാമമാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ റഊഫ്, റഹീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അർ റഹ്മാൻ, പരമകാരുണികൻ, അത് അള്ളാഹ്ക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അള്ളാഹ്ക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ, അടക്കി ഭരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇതൊന്നും അള്ളാഹുവിനല്ലാതെ ഇടാനേ പാടില്ലാത്ത നാമങ്ങളാണ്, അള്ളാഹ്ക്ക് മാത്രം അനുവദിക്കപ്പെട്ട നാമങ്ങളാണ്. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം ഇടേണ്ട നാമങ്ങൾ മറ്റുള്ളവരിലേക്ക് ചേർത്തിട്ട് പറയാൻ പാടില്ല എന്നതാണ് ഏഴാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. എട്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് അബ്ദ് എന്ന് ചേർത്ത് പേരിടുന്നത് നല്ലതാണ്. അബ്ദ് എന്ന വാക്ക് ചേർത്ത് പേരിടുമ്പോൾ അള്ളാഹുവിന്റെ നാമമാണ് എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ഒന്നുകൂടി പറയാം, അള്ളാഹുവിന്റെ പേരിലേക്ക് അബ്ദ് എന്ന് ചേർത്തിട്ട് പടപ്പുകൾക്ക് പേരിടുക. അബ്ദുറഹ്മാൻ, അബ്ദുല്ല, അബ്ദുൽ വലി പോലുള്ള നാമങ്ങൾ. കാരണം അർ റഹ്മാൻ അള്ളാന്റെ നാമമാണ്, അതുകൊണ്ട് അബ്ദുറഹ്മാൻ, റഹ്മാനിന്റെ അടിമ. അബ്ദുൽ ഹയ്യ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവന്റെ അടിമ, ഇതൊക്കെ ഇടാം. അള്ളാഹുവിന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഏത് നാമത്തിലേക്കും അബ്ദ് എന്ന് ചേർത്തിടുന്നത് നല്ല കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അത്തരം സംശയങ്ങൾ നമുക്ക് പിന്നീട് പറയാം, ഈ കായികകൾ പറഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അബ്ദ് എന്ന നാമം അടിമയാണല്ലോ, അടിമ. അടിമ എന്ന നാമം അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. അബ്ദുറഹ്മാൻ, അബ്ദുല്ല പോലുള്ള നാമങ്ങൾ പ്രവാചകൻ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച നാമങ്ങളാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളാണ് എന്ന് ഉറപ്പ് വരുത്താതെ അബ്ദ് എന്ന വാക്ക് വെച്ചു കൊടുക്കരുത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ റഷീദ് എന്ന നാമം അള്ളാഹ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അബ്ദുർ റഷീദ് എന്ന് പേരിടാൻ പാടില്ല, അബ്ദുൽ നാസിർ എന്ന് പേരിടാൻ പാടില്ല, അബ്ദുൽ സത്താർ പേരിടാൻ പാടില്ല. കാരണം സത്താർ, നാസർ പോലുള്ള അബ്ദു മനാഫ് പേരിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം അബ്ദുൽ ഷംസ് എന്നാണ് പറഞ്ഞത്. അബ്ദുൽ ഷംസ്, സൂര്യന്റെ അടിമ എന്നർത്ഥം. റസൂൽ പറഞ്ഞു, അല്ല, നീ അബ്ദുറഹ്മാൻ ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പേരിട്ട് കൊടുത്തു, നീ അബ്ദുൽ ഷംസ് അല്ല, അബ്ദുറഹ്മാൻ ആണ്. അപ്പോ കുറെ പേരുകൾ അബ്ദുൾ റഷീദ് എന്ന പേരിലൊക്കെ, ഇപ്പൊ നമ്മളൊക്കെ അതിൽ കാണിക്കുന്ന ഒരു സൂക്ഷ്മത, ഉദാഹരണമായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കൂട്ടായ്മ, അതിൽ കാണിക്കുന്ന ഒരു സൂക്ഷ്മത എന്താ വെച്ചാൽ, അബ്ദുൾ റഷീദ് എന്ന പേരുള്ള ആളുകളുടെ പേരുകൾ നമ്മൾ കൊടുക്കുമ്പോൾ റഷീദ് എന്ന് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ നമ്മൾ കൊടുക്കാറില്ല, റഷീദ് കുട്ടമ്പൂർ. അബ്ദുൾ റഷീദ് കൊടക്കാട് എന്ന് നമ്മൾ കൊടുക്കാറില്ല. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട് ജില്ലയുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ, പ്രഭാഷകനാണ്, നിങ്ങൾക്കറിയാം, പ്രബോധകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് റഷീദ് കൊടക്കാട് എന്ന് നമ്മൾ കൊടുക്കാറുള്ളൂ. അബ്ദുൾ റഷീദ് എന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ പേരുകളിലും രേഖകളിലും ഒക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ സൂക്ഷ്മത എന്ന നിലക്ക് റഷീദ് എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. റഷീദ് കുട്ടമ്പൂർ എന്ന് നമ്മൾ കൊടുക്കാറുള്ളൂ, അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ എന്ന് കൊടുക്കാറില്ല. പേരങ്ങനെ ഇട്ടുപോയി, രേഖകളിലൊക്കെ അങ്ങനെയായി. എന്നാൽ നമ്മൾ കൊടുക്കുന്നിടത്തെങ്കിലും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ നാമങ്ങളാണ് എന്ന് ഉറപ്പുവരുത്താതെ അതിലേക്ക് അബ്ദ് ചേർത്ത് ഇടാൻ പാടില്ല എന്നതാണ് എട്ടാമത്തെ കായിക. ഒൻപതാമത്തേത്, അള്ളാഹുവിന്റെ നാമങ്ങളോടൊപ്പം അബു, ഇബ്നു പോലുള്ളവ ചേർക്കൽ ഗുരുതരമായ ഇൽഹാദും ശിർക്കും കുഫറുമാകുന്ന തിന്മയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളോടൊപ്പം അബു എന്ന് ചേർക്കുക, അല്ലെങ്കിൽ ഇബ്നു എന്ന് ചേർക്കുക, ഭയങ്കരമായ തെറ്റാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തെ ആളുകളെല്ലാം അബുൽ ഹക്കം എന്ന് വിളിക്കുന്നുണ്ട്. അബുൽ ഹക്കം, അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ അൽ ഹക്കം എന്നത് അള്ളാഹുവിന്റെ ഒരു നാമാണ്. അപ്പൊ എന്താ അർത്ഥം വരിക? അള്ളാഹുവിന്റെ ഉപ്പ എന്നാ വരിക. സുബ്ഹാനല്ലാഹ്.
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിന് എതിരാണ് ആ പേര് അബുൽ ഹക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, ആളുകളൊക്കെ എന്നെ അബുൽ ഹക്കം എന്നാ വിളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുൽ ഹക്കം വ ഇലൈഹിൽ ഹുക്ം. അല്ലാഹു ആണ് അൽ ഹക്കം, വിധികർത്താവ്, അവനിലേക്കാണ് എല്ലാ വിധികളും മടങ്ങുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലെ, ആളുകൾ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിച്ചു വരും. പ്രത്യേകിച്ച് രണ്ടാളുകൾക്കിടയിൽ തർക്കമുണ്ടായാൽ അവരെന്നെയാണ് സമീപിക്കുക. ഞാൻ രണ്ടുപേരുടെയും വാദങ്ങൾ പൂർണ്ണമായും കേട്ട് അവർക്ക് നീതിപൂർവകമായ വിധി നൽകും. രണ്ടു വിഭാഗവും തർക്കിച്ചു വന്ന രണ്ട് വിഭാഗവും പൂർണ്ണ തൃപ്തിയോടെയാണ് എൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകാറുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി എനിക്ക് നല്ല രീതിയിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആളുകളൊക്കെ എന്നെ അബുൽ ഹക്കം എന്ന് വിളിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെയ്യുന്നത് എത്ര നല്ല കാര്യമാണ്. നിന്റെ ആ പ്രവർത്തനത്തിന് നിനക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. രണ്ടുപേർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുക എന്നതും തർക്കം തീർക്കുക എന്നതും നീ ചെയ്യുന്ന വലിയ ഇബാദത്താണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിലേക്ക് അത് വേണം, അത് പാടില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ അദ്ദേഹം പറയാൻ തുടങ്ങി, എനിക്ക് ശുറൈഹ് ഉണ്ട്, മുഹമ്മദ് ഉണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മക്കളുടെ പേരുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ കൂട്ടത്തിൽ മൂത്ത മകൻ ആരാ? അദ്ദേഹം പറഞ്ഞു, ശുറൈഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ താങ്കൾ അബൂ ശുറൈഹ് ആണ്. അബൂ ശുറൈഹ്, ശുറൈഹിന്റെ ബാപ്പ. അൽ ഹക്കമിന്റെ ബാപ്പയല്ല. അൽ ഹക്കമിന് ബാപ്പയില്ല. അൽ ഹക്കം അള്ളാഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി കൊടുക്കുന്ന ഹദീസ് സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇബ്നുൽ ഹക്കം, അബുൽ ഹക്കം, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് അബു, ഇബ്നു എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് 9ാമതായി സൂചിപ്പിക്കാനുള്ളത്. 10ാമത്തേത്, ചില പേരുകൾ അള്ളാഹുവിന് വെറുപ്പുള്ള പേരുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ പേരുകളിൽ ചില വാക്കുകളൊക്കെ ചേർത്തിട്ട് മറ്റുള്ളവർക്ക് ഇടുമ്പോൾ അത് അള്ളാഹുവിന് വെറുപ്പായി മാറുന്ന ചില പേരുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഷഹീൻഷാ എന്ന പേര് ഇടരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്നൽ അസ്മാഇ യൗമൽ ഖിയാമ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അന്ത്യനാളിൽ ഏറ്റവും ചീത്ത, വെറുപ്പുള്ള, മോശമായ പേരുള്ളവൻ റജുലുൻ തസമ്മ മലിക്കൽ അംലാഖ്, മലിക്കുൽ അംലാഖ് എന്ന് പേരിടുന്നവനാണ്. മലിക്കുൽ അംലാഖ് എന്ന് പേരിടും, രാജാതിരാജൻ, രാജാക്കന്മാരുടെ രാജാവ്. ശരിക്ക് മുബാലഗത്തിന്റെ അർത്ഥം വരുന്ന, മുബാലഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആധിക്യം, അങ്ങേയറ്റത്തെ ഒരു ഏറ്റവും കൂടുതൽ എന്ന് വരുന്ന കാര്യങ്ങൾ. ഷഹീൻ എന്ന് പേരിടാം, കുഴപ്പമില്ല. ഈ അഫ്ലഹ്, ഏറ്റവും വലിയ വിജയി, അങ്ങനത്തെ പേരുകൾ വളരെ ധാരാളമായി നമ്മൾ കാണാറുണ്ടെങ്കിലും അത് സൂക്ഷ്മതക്ക് വേണ്ടി ഒഴിവാക്കേണ്ട പേരുകളിലാണ് എണ്ണിയിട്ടുള്ളത്. ഏറ്റവും വലിയ വിജയി നമ്മളല്ലല്ലോ. മാത്രമല്ല, അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അങ്ങനത്തെ പേരുകൾ ഇടാൻ പാടില്ല. അങ്ങനെ ആ അർത്ഥം വരുന്ന അക്ബർ എന്ന് പോലുള്ള പേരുകൾ, അഫ്അൽ വസനിൽ വരുന്നത് ഞാൻ വിശദമായി പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്തരത്തിലുള്ള പേരുകൾ ഇടാൻ പാടില്ല. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലിക്കുൽ അംലാഖ് എന്ന പേര് ഇടരുത് എന്ന് പറഞ്ഞതിനാൽ തന്നെ അതിലേക്ക് ചേർന്ന് വരുന്ന ഷഹീൻഷാ എന്ന നാമവും ഇടാൻ പാടില്ലാത്ത നാമമാണ്. നമുക്ക് നിങ്ങൾ താബിഈങ്ങൾ പറയാണ്,
അന്ന് തന്നെ ഉണ്ട് അങ്ങനത്തെ പ്രയോഗങ്ങളും പേരുകളൊന്നും. അത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 10 കായികയാണ് ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പേരിടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേരിടാൻ പാടില്ല. അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. ശരിക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരുടെയും പേര് മാറ്റി കൊടുത്തതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ വിശദമായി പറയല്ല ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ ചില നാമങ്ങൾ പിന്നെ ഒരേ ആശയം വരുന്ന എന്നാൽ ഒരേ ചെറിയ വ്യത്യാസമുള്ള ചില പേരുകൾ ഉണ്ടാവും. അതിന്റെ വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഉദാഹരണം പറയാണ്, അൽ ഗഫൂർ, അൽ ഗഫാർ. അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ, പാപം പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം. അൽ ഗഫാർ എന്ന് പറഞ്ഞാലും പാപം പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏത് പാപവും പൊറുക്കുന്നവൻ. എത്ര ഗുരുതരമായ പാപം ചെയ്തവനാണെങ്കിലും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്യുന്ന ഒരു അടിമയുടെ ഏത് പാപവും അള്ളാഹു പൊറുക്കും. കാരണം അള്ളാഹു അൽ ഗഫൂർ ആണ്. എത്ര എണ്ണം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പൊറുക്കും. കാരണം അള്ളാഹു അൽ ഗഫാർ ആണ്. അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏത് പാപവും പൊറുക്കുന്നവൻ. അൽ ഗഫാർ എന്ന് പറഞ്ഞാൽ എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും പൊറുക്കുന്നവൻ. ഇങ്ങനെ ചില നാമങ്ങൾക്ക് അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഷഹിൻഷാ എന്ന് പറഞ്ഞാൽ മലിക്കുൽ അംലാക്ക് എന്ന വാക്കിന്റെ അതേ അർത്ഥമാണ്. രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് ഷഹിൻഷാ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുകൊണ്ട് അത്തരം പേരുകൾ ഇടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഏതോ ഒരു ചോദ്യത്തിന്റെ ഇത് പിന്നെ പറയാന്ന് പറഞ്ഞു തോന്നുന്നു. അതൊന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാല് പറയാന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അത് വലിയ വിശദമായി പഠിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട വലിയൊരു സംഭവമാണ്. അള്ളാഹുവിന്റെ ഓരോ നാമം, അള്ളാഹു എന്നുള്ളൊരു നാമം അതങ്ങോട്ട് പഠിക്കല്ലേ. അൽ ഹൈ എന്ന നാമം വിശദമായി പഠിക്കുക. ജീവിതം മാറും നമ്മളെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹു എന്നുള്ള അള്ളാന്റെ നാമം വിശുദ്ധ ഖുർആൻ 2000-ലധികം തവണ വന്നൊരു നാമമാണ്. നമ്മൾ ചൊല്ലുന്ന എല്ലാ ദിക്റിലും പ്രധാനമായും അള്ളാഹു എന്ന നാമാണ് വരിക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെയാണല്ലോ ഏറ്റവും മഹത്തായ 4 ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഇതിലൊക്കെ അള്ളാഹുവിന്റെ അള്ളാഹു എന്ന നാമമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹു എന്നുള്ള നാമത്തെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ ധാരാളമായി പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ ഒരു ക്ലാസ് എന്ന നിലക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ചോദിച്ച ഇടാൻ പറ്റും എന്നാണ്. ഏത് നാമാണ് എന്ന് പറയോ? അവസാനം വന്ന ചോദ്യം സയാൻ റഹ്മാൻ. പിന്നെ സയാൻ എന്നതിന്റെ അർത്ഥം എനിക്ക് ശരിക്കും ഓർമ്മിട്ടുന്നില്ല, നോക്കേണ്ടി വരും. പക്ഷെ നമ്മള് അബിദ് എന്ന് ചേർക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ നാമമാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അതല്ലാതെ പിന്നെ ഇത്തരം നാമങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം ഇടേണ്ട നാമമായതുകൊണ്ട് പിന്നെ റഹ്മാന്റെ ബുദ്ധിയുള്ളവൻ എന്നാണ് ഇപ്പൊ അവരർത്ഥം കിട്ടുക. ജസീം റഹ്മാൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അള്ളാഹുവിന്റെ തടിയുള്ളവൻ എന്നാണ് കിട്ടുക, അള്ളാഹിന്റെ ശരീരമുള്ളവൻ. ഭയങ്കര ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് വരിക. ഇനിയിപ്പോ നല്ല അർത്ഥം അതിനുണ്ടോന്ന് പരിശോധിക്കണം. പേരിടുമ്പോ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകൾക്ക് മിക്കവാറും പിന്നെ ഉപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും അതിനോട് യോജിച്ച് വരണം. ചിലർക്ക് സെറ്റ് വേണം, ചിലർക്ക് ഹാവ് വേണം. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമായി തോന്നുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അർത്ഥം ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായിരുന്നാലും നമ്മളാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ആ ചോദ്യങ്ങൾ എനിക്കൊന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നീട് പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ട് പറയാം. നമ്മൾ നോക്കാതെ പറഞ്ഞ് അബദ്ധം പറഞ്ഞ് എനിക്കതിന്റെ പേരിൽ കുറ്റം കിട്ടുന്ന അവസ്ഥ ഉണ്ടായിക്കൂടല്ലോ. അതുകൊണ്ടാണ്. ബറക്കല്ലാഹു ഫീക്കും.